ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്ന് ഏതായാലുമേ മഴയായതുകൊണ്ട് വേറൊരു പണിയും നടക്കുകയില്ല. എന്നാൽ പിന്നെ ഒരു ചെറിയ ചക്കപ്പഴം ഇരിപ്പുണ്ട്, അതങ്ങ് വരട്ടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചക്കപ്പഴം എല്ലാം വെട്ടിപ്പെറുക്കി വെച്ചിരിക്കുകയായത് കേട്ടോ. ഇനി അതിനെ ഒന്നേ അരച്ചെടുക്കാൻ നോക്കാവേ. അത് കുറേശ്ശെയായേ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലെ ഒട്ടും വെള്ളമയം കാണല്ലോ കേട്ടോ. അതെ, മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോഴേ കണ്ടമാനം അത് അരഞ്ഞു പോകാതെ നോക്കണേ. അതെന്നാന്നോ, അത് നമ്മളെ വരട്ടിയെടുക്കുമ്പോൾ ഇച്ചിരി തരിയൊക്കെ ഉള്ളതാണ് നല്ലത് കേട്ടോ. ഇനി അത് അരച്ചെടുക്കാം. ഈ ചക്ക സീസൺ തുടങ്ങുമ്പോൾ തൊട്ടേ അവസാനിക്കുന്നിടം വരെ എന്തോ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ? പണ്ടൊക്കെ തൊടികളിലെ ഒത്തിരി ചക്കയൊക്കെ ഇങ്ങനെ വീണ് ചീത്തയായി പോകില്ലായിരുന്നോ? പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയല്ലേ. അതിന് വിപണി കണ്ടെത്താനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം അരച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, മുമ്പേ അരച്ച ചക്കപ്പഴം ഒരു പാത്രത്തിൽ, വെള്ളമയം ഇല്ലാത്ത പാത്രത്തിലാണ് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയേ, ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയാട്ടോ. കൂഴ വേണേലും കൊള്ളാം, പക്ഷേ അത് അത്രയൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 കിലോ ശർക്കര ചീകി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ചീകിയൊക്കെ നേരത്തെ എടുത്ത് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നെയ്യ്. അത് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ വേണ്ടത് എന്താ, നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏലക്ക പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പുറത്തെ തോട് ഇപ്പം എടുക്കരുതെന്നാണ്. ഭയങ്കര കീടനാശിനിയായിട്ട് വരുന്ന സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടത് ജീരകം കേട്ടോ, ജീരകം. പിന്നെ ഇതൊന്നും ചേർത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ചക്കയ്ക്ക് നല്ല രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ സാധനമൊക്കെ ചേർത്ത് അങ്ങോട്ട് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അത് എന്ത് വേണേലും ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ടാണ്. ഇത് വരട്ടാനായിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഓട്ടുരുളിയാണ്. അത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഓട്ടുരുളി ഉപയോഗിക്കുന്നത്. ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണേലും പ്രശ്നമൊന്നുമില്ല, ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം, അത്രേ ഉള്ളൂ. ആ ഉരുളിക്കകത്തെ വെള്ളമയം മുഴുവൻ വറ്റി കഴിയുമ്പോഴേ കൈ പൊള്ളി, അതാണ്. നമുക്കെന്താ ചെയ്യുന്നത്, കുറച്ച് നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതെന്തേലും വേണേലും ഒഴിക്കാം ഉള്ള പോലെ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല. ആ നെയ്യ് ഉരുകി കഴിയുമ്പോഴേ അത് ആ ഒരു ചട്ടുകം കൊണ്ട് ആ ഉരുളിയുടെ അടിഭാഗത്തെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് നല്ല കേട്ടോ. ഇതുപോലെ ആ നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ നല്ലൊരു മണം നമ്മുടെ അടുക്കളയിലെല്ലാം അങ്ങ് പരക്കും കേട്ടോ. ഇനി ഈ നെയ്യെല്ലാം നന്നായിട്ട് ചൂടായല്ലോ. ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം, ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴവേ അതിനകത്തോട്ട് കുടഞ്ഞിടണം. കുടഞ്ഞിടുമ്പം ശ്രദ്ധിക്കണം, ഇപ്പോൾ മുഖത്തോട്ട് തെറിക്കാതെ നോക്കണം കേട്ടോ. ഇതിനി കുറേ നേരം ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഞാൻ പറയുവാണെങ്കിൽ കൈ ഒടിക്കുന്നിടം വരെ കേട്ടോ, അങ്ങനെയല്ലേ അല്ല. ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ആ നെയ്യുണ്ടല്ലോ, ആ നെയ്യ് പൊക്കത്തിലിങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ശർക്കര ഇടാവുള്ളൂ. അതിനെന്ന് വെച്ചാൽ ഈ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അത് ചക്കപ്പഴം വേകാതെ ഇങ്ങനെ കിടക്കും ശർക്കര ഇട്ടാൽ. അപ്പോൾ ഇങ്ങനെ ഇളക്കി നമ്മൾ മടുക്കും കേട്ടോ. പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്നാന്നറിയോ, ക്ഷമയാണേ. അതെനിക്ക് ഒട്ടുമില്ല. അപ്പം ഏറെക്കുറെ നമ്മൾ ഉണ്ടല്ലോ ആ ശർക്കര അങ്ങോട്ട് ഇടുന്ന ഒരു പാകമായി. അത് പൊടിച്ച് വെച്ചിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ, അല്ലെ നമ്മൾ ആ സമയത്ത് അത് ചെയ്യാനൊക്കെ ഓടേണ്ടി വരും. ഇങ്ങനെ എടുത്തെല്ലാം കൂടെ വെച്ചിരുന്നാൽ നമുക്കത് പിന്നെ പ്രയോജനമാവും, ഓടണ്ട, ഇത്രേ ഉള്ളൂ. ഇളക്കാം. ഇതെല്ലാ വർഷവും ഞാനിങ്ങനെ പതിവ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയാട്ടോ. ഇപ്പോൾ 1 വർഷം മുമ്പത്തെ വരെയുള്ള എൻ്റെ ഫ്രീസറിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഓരോ സീസണുകളും നമ്മൾ നല്ലോണമൊക്കെ വിനിയോഗിക്കുവാണെങ്കിൽ ഒന്നിനും നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ, ഭയങ്കരമായിട്ട്
സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതൊന്നും നമ്മൾ ചെയ്യാൻ നമുക്ക് സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ്, വേറെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാവർക്കും സമയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഇതെൻ്റെ അമ്മയും ഒക്കെ ചെയ്യുന്നത് കണ്ട് എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ ഫ്രീസറിൽ ഞാൻ പറഞ്ഞില്ലേ 2 കൊല്ലത്തെ ഉള്ളത് ഇരിപ്പുണ്ട്. അതിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കും. ഞാനത് ഒത്തിരിയൊന്നും ഉപയോഗിക്കാറില്ല. എന്നാലും അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം, പഴയ കാലത്തിലേക്കുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ. അതുകൊണ്ട് ഇതൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. സമയം ഇപ്രാവശ്യം തന്നെ 2-3 പ്രാവശ്യം ഇപ്രാവശ്യമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ എന്താ ഇതിങ്ങനെ അപ്പം പിന്നെ അടുത്ത് തന്നെ അതിനകത്ത് ചേർക്കാൻ പല സാധനങ്ങളും ചേർക്കാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സമയമായി കേട്ടോ. അതിന് ഇപ്പം ചേർത്തിരിക്കുന്ന ചുക്കുപൊടി കേട്ടോ, ചുക്കുപൊടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏലക്ക തൊലി കളഞ്ഞ് പൊടിച്ചതാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ശരിക്ക് ഒന്നുകൂടെ ഇളക്കാം, നന്നായിട്ട് ഇളക്കാം. പിന്നെ ഈ ഓട്ടുരുളി ആകുമ്പോഴേ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് മാറാനൊന്നും പറ്റില്ല കേട്ടോ. എല്ലാ പണിയും തീർത്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ നല്ലത്. അതിനാന്ന് വെച്ചാൽ അല്ല പിന്നെ അടിക്ക് പിടിച്ച് പോയാൽ പിന്നെ അതൊന്നിനും കൊള്ളിയല്ല, വേറൊരു സ്വാദായി മാറും അതിന്. പിന്നെ അതിലോട്ട് നെയ്യ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒത്തിരിയൊന്നും ഇങ്ങനെ ഒഴിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ചീത്തയാവും, ഒത്തിരി നെയ്യൊക്കെ ഇതാക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് എന്തോ ഒരു സാധനങ്ങളുണ്ടാക്കാം അല്ലേ, ഇതുണ്ടാക്കാൻ ഹൽവ അല്ലേ, പിന്നെ ഹൽവ ഉണ്ടാക്കാം, ചക്കപ്രഥമൻ ഉണ്ടാക്കാം, പിന്നെ പൂച്ചയപ്പം ഉണ്ടാക്കാം, പിന്നെ എന്തുവാ ചക്ക അടയുണ്ടാക്കാം. പൂച്ചയപ്പം എന്ന് പറഞ്ഞാൽ എന്നാന്നാ, ഞങ്ങൾ കോട്ടയംകാരി കുമ്പിളപ്പത്തിന് പറയുന്ന പേരാണ് പൂച്ചയപ്പം. ഇത് ഏറെക്കുറെ പാകമാകാറായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് ഈ ചട്ടുകത്തെ ഇങ്ങനെ വിട്ടു പോരും, ഇങ്ങനെ പൊക്കി ഒഴിക്കുമ്പോഴേ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വിട്ടു പോരും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ എന്തേലും കൂടുതൽ നമ്മൾ വരട്ടുന്നോ അത്രയും കൂടുതൽ ഇത് കൂടുതൽ നാളത്തേന് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും പൂത്ത് പോകുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും പൂത്ത് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പൂത്ത് പോകുന്നതുകൊണ്ടാണ് ആരും ഇത് അങ്ങനെ ഉണ്ടാക്കാനൊരു മടി ഇവിടെയൊക്കെ പറയുന്ന കേൾക്കാം, അറിയില്ല. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം കേട്ടോ ഇത് അടച്ചു വെക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ബായ്. അപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞ് പോയാലും ഞാൻ പിന്നെ വന്ന് എന്തിനാണെന്നറിയോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ വീഡിയോ പിടിക്കുന്ന ആൾ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ആൾ വന്നപ്പോൾ ഒന്ന് ചെയ്യിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല ടൈറ്റുള്ള പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കണം. അത് ഞാൻ ആ ഉണ്ടാക്കിയ ചക്ക വരട്ടുന്നുണ്ടല്ലോ അത് നന്നായിട്ട് ആറി ഒരു കുപ്പിക്കകത്താണ് ഞാൻ ഈ ചില്ല് കുപ്പിക്കകത്ത് വേണം കേട്ടോ ഇതൊക്കെ ഇപ്പം പറ്റുന്ന പോലെയുള്ള സാധനങ്ങൾ ചില്ല് കുപ്പിക്കകത്ത് വേണം അടച്ചു വെക്കാനേ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പിന്നെ ഇരിക്കും തോറും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ചില്ല് കുപ്പിയെ. അപ്പോഴേ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ, ഒന്നുകൂടെ തിരിച്ച് വന്നതാണ്. ഇനി വീണ്ടും ഒരു ഗുഡ് ബൈ ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരെ ബായ്.